Hi friends, എല്ലാവർക്കും ടൈം ബ്രീഫിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഷ് ടാങ്ക് ആണ് സെറ്റ് ചെയ്യാൻ പോണത്. ഇത് നമ്മൾ സാധാരണ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ വീട്ടിലേക്ക് എടുക്കുന്ന ടാങ്ക് അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. വീഡിയോ കിടക്കേക്കാളും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നമ്മൾ ആദ്യം തന്നെ വെള്ളം ഉപയോഗിച്ചാണ് കഴുകുന്നത്. കാരണം നമ്മൾ കുറേ മണ്ണൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, അത് കളയാൻ. പിന്നെ നമ്മൾ സോപ്പും പൊടിയും ബ്രഷും ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. കാരണം ഇതുമേലത്തെ കറ പോയാലും നമുക്ക് നന്നായി പെയിൻ്റ് അടിച്ച പെയിൻ്റൊക്കെ പറ്റി പിടിച്ച് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ പോവും. പിന്നെ അതിൻ്റെ സർഫസ് ഒന്ന് ക്ലീൻ ആവാനും. ഇപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതുമുള്ള കുറച്ച് സിമെൻ്റാണ്. പിന്നെ ഉള്ളിലും കഴുകിയുണ്ട്. ഇനി ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓട്ട എവിടെ ഉണ്ടാക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ പെൻസിൽ ഉപയോഗിച്ച് കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു സ്ക്വയറാണ് ഞാൻ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കെറുവായ ഭാഗത്തൊന്നുമില്ല, പ്ലെയിനായ ഒരു ഭാഗത്ത് തന്നെയാണ് ഞാൻ ചെയ്യണത്. നിങ്ങൾക്കും അപ്പോൾ അതേപോലെ ഇഷ്ടമുള്ളൊരു ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഷേപ്പ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു കത്തി ചൂടാക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് കൂടെ കടത്തിയിട്ടാണ് ഓട്ട ഉണ്ടാക്കണത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതിന് പറ്റിയ വലിയ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം എളുപ്പം. ഇപ്പം ഈ കത്തി കൊണ്ടാക്കൽ കുറച്ച് പാടാണ്. ഇപ്പം ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ എക്സോ ബ്ലേഡ് ഉള്ളിലേക്ക് കടത്തിയിട്ട് കട്ട് ചെയ്യാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അത് കുറച്ച് പാടാണ് അത് ചെയ്യാം. പക്ഷെ എൻ്റെ അങ്ങനെ ടൂൾസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ചെയ്യണേ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അങ്ങനെയൊക്കെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതിനെ പറ്റിയ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവും എളുപ്പം. എക്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്ന ഭാഗമൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾ എക്സോ ബ്ലേഡ് കൊണ്ടൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സ്മൂത്ത് ഇത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് വയ്ക്കുമ്പോൾ അത് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ സ്ക്വയറിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തത്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കി എടുക്കുക. പിന്നെ ഇപ്പോൾ എഡ്ജസും ഞാൻ സ്മൂത്ത് ചെയ്തിട്ടില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാനുള്ള വെച്ച പെയിൻ്റ് അടിക്കലാണ്. അപ്പോൾ നിങ്ങളുടെ ഈ സ്പ്രേ പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പെയിൻ്റ് അടിക്കുമോ നല്ലത്. പക്ഷെ ഞാൻ ഉള്ളിൽ പെയിൻ്റ് അടിക്കുന്നില്ല, പുറത്തു മാത്രം അടിക്കാനുള്ളൂ. ഇപ്പോൾ എൻ്റെ സ്പ്രേ പെയിൻ്റിലത് ഞാൻ സാധാരണ ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ച് അടിക്കേണ്ടത്. ഞാൻ അടിക്കേണ്ടതിൽ കാണിക്കുന്നില്ല വീഡിയോയിൽ. ഇപ്പം ഞാൻ പെയിൻറ്റൊക്കെ അടിച്ച് ഇതേപോലെ ഒരു കളറായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ ഉള്ളിലും ഞാൻ ചെയ്തിട്ടില്ല പെയിൻറ്റിങ്, കാരണം ആ പെയിൻറ്റ് ഇളകിയിട്ടുണ്ടെങ്കിൽ അത് മീനുകൾക്ക് നല്ലതല്ല. ഇപ്പം നമ്മളിത് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒട്ടിക്കുന്ന ഭാഗം ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ചത് ഫെവിക്കോൾ പശയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വാങ്ങി അതുകൊണ്ട് ഒട്ടിക്കാവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ഏതെങ്കിലും പശയിലും മതി, ടൈറ്റ് ആയിരിക്കും. ഇതേപോലെ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ കുറച്ച് ലീക്കൊക്കെ ഉണ്ട്. ആ ലീക്കൊക്കെ മാറ്റാൻ നമുക്ക് സൂപ്പർ ഗ്ലൂ കൊണ്ടൊന്നും ചെയ്താൽ പറ്റില്ല, അങ്ങനെ ലീക്കൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ അടുത്തേക്ക് ഗ്ലൂ ഗണ്ണാണ് ഈ ലീക്കൊക്കെ കളയാൻ. അപ്പോൾ ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഞാൻ 4 സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് മതി ഇത് മുഴുവൻ ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതേപോലെ ലീക്കൊക്കെ കളയാൻ ഇതേപോലെയാണ് ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ അത് അധികം വൃത്തിയോടെ ആവേണ്ടി നോക്കണം. ഞാനിപ്പോൾ ഇത് ആദ്യം ചെയ്യുന്നത് കുറച്ച് വൃത്തിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഇത് ഒട്ടിച്ചെടുത്തപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ മെറ്റലും പിന്നെ ഇതേപോലത്തെ കുറച്ച് ചെടികളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഭംഗിയാക്കാൻ. ഇപ്പോൾ ഞാൻ മെറ്റലൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട്, നിങ്ങൾ മണ്ണിട്ടിനേക്കാളും നല്ല ഇതേപോലെ കല്ലിട്ടിലാണ്. മണ്ണ് എത്ര കഴുകിയാലും അതിൽ പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ വെള്ളം കലങ്ങും. അപ്പോൾ കല്ലൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെടിയൊക്കെ ഇട്ടപ്പോൾ ഇതേപോലെ ആയിട്ട് നിങ്ങൾക്ക് നല്ല ചെടി നല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. ഇനിയിപ്പോൾ നമുക്കൊരു വെള്ളം ഒഴിച്ച് നോക്കാം. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ നല്ല ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നിറയ്ക്കുന്നത് ഫുള്ള് കാണിക്കില്ല, ഇപ്പോൾ പകുതി വെള്ളം നിറഞ്ഞു. ഇപ്പം നോക്കുമ്പോൾ വലിയ ലീക്കൊന്നും ഇതിൽ ഇപ്പോൾ കറക്റ്റായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇത് അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.